24 ബിഗ് ബ്രേക്കിംഗ് ആണ്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടി. അന്വേഷണം സംബന്ധിച്ച് DGPയുടെ പുതിയ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചു. അരുൺരാജും ദിലീപ് കുമാറും വിശദാംശങ്ങളുമായി. ആദ്യം അരുൺരാജിലേക്ക്. അരുൺരാജ്, ആദ്യം നമുക്കറിയേണ്ടത് ഈ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. അത് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറിപ്പോടുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് DGP ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ ADGPക്ക് ഏത് തരത്തിലേക്ക് വീഴ്ച പറ്റി എന്നൊക്കെയുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ അടങ്ങിയ തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നതാണോ? ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ DGP തന്നെയാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരം എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കടന്നത് എന്നീ കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഈ പരിശോധനയിൽ കൃത്യമായി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ തൻ്റെ കീഴിലുള്ള, തൻ്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാനോ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനോ സംസ്ഥാന ക്രമസമാധാന ചുമതലയുള്ള DGPക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് DGP മുന്നോട്ട് വെക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായ ശേഷം 3 മണിക്ക് അവിടെ നിന്ന് പിന്നീട് ADGP മടങ്ങുന്ന സാഹചര്യം അടക്കമുണ്ടായി. പക്ഷേ അപ്പോഴും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ക്രിയാത്മകമായ ഇടപെടൽ ADGPയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് DGPയുടെ കണ്ടെത്തൽ. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ADGP മനോജ് കുമാറും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയും സമാനമായ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പോലീസിന്റെ വിവിധ വകുപ്പുകൾ, വിവിധ ഉദ്യോഗസ്ഥർ ഇവർക്ക് വീഴ്ചയുണ്ടായി. ഈ വീഴ്ചയെക്കുറിച്ച് ADGP കൃത്യമായ അറിവുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇടപെടാൻ ADGP തയ്യാറായില്ല എന്ന വിമർശനമാണ് ഇന്റലിജൻസും നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGPക്ക് പ്രഥമദൃഷ്ട്യാ വീഴ്ചയുണ്ടായി. ഈ വിഷയത്തിൽ ADGPയുടെ ഭാഗത്തുനിന്ന് ഒരു ക്രിയാത്മകമായ സമീപനം ഉണ്ടായില്ല എന്ന റിപ്പോർട്ട് കൂടി DGP നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGPക്കെതിരെ ഒരുപക്ഷെ വകുപ്പ് തല നടപടിയായി സസ്പെൻഷനോ അല്ലെങ്കിൽ ഈ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്തിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ ചില വിഷയങ്ങളിൽ കഴമ്പില്ല എന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെക്കുന്നത്. അതിൽ കാരണമായി പറയുന്നത് സാമ്പത്തിക ക്രമക്കേടും സാമ്പത്തിക നേട്ടവും. ഈ സംബന്ധിച്ച വിശദമായ പരിശോധന സംസ്ഥാന വിജിലൻസ് നടത്തുന്നുണ്ട്. ഈ വിജിലൻസ് പരിശോധനയിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരിക. ആ റിപ്പോർട്ടിനായി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ RSS നേതാക്കളെ കണ്ട കാര്യങ്ങളിലടക്കം നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള വ്യക്തി എന്ന നിലയിൽ RSS മേധാവികളെ കണ്ടതോ RSS തലവന്മാരെ കണ്ടതോ തെറ്റില്ല. പക്ഷേ ഈ സാഹചര്യവും സമയവും അത് പ്രശ്നമാണ്. അതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്ന കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വിവിധ വിഷയങ്ങളിൽ ADGP MR അജിത് കുമാറിനെ നടത്തിയ അന്വേഷണത്തിൽ അത് ഒരു കൺസോൾട്ടേറ്റ് ഫോമിലേക്ക് വരുമ്പോൾ തൽസ്ഥാനത്ത്, അതായത് ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുന്നതിൽ വലിയ പിശകുണ്ട്. അത് സർക്കാരിനെ ദിലീപ് കുമാർ കൂടിയുണ്ട് തത്സമയം. ദിലീപ് കുമാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ച ഒരു കാര്യമാണ് തൃശൂർ പൂരം അത് കലക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ച എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്വേഷണം പോകും എന്നതെല്ലാം പ്രഖ്യാപിച്ചതുമാണ് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങളായി. ഇതിലിപ്പോൾ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന DGPയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ തീർച്ചയായും ഒരു നടപടിയിലേക്ക് അദ്ദേഹം കടക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സ്ഥാനചലനം അജിത് കുമാറിനുണ്ടാകുമെന്ന്. അനുജ, അന്തിമ റിപ്പോർട്ട് തയ്യാറായി വരുന്നതേയുള്ളൂ. DGP ഷേഖ് ദർവേഷ് സാഹിബ് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ADGP MR അജിത് കുമാർ കഴിഞ്ഞ ഏപ്രിൽ 19 അവിടെ ഉണ്ടായിരുന്നു. അതിന് 3 ദിവസം മുമ്പ് തന്നെ യോഗം വിളിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2 തവണ ഈ പ്രശ്നമുണ്ടായപ്പോൾ MR അജിത് കുമാർ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ പുലർച്ചെ 3:30 പ്രശ്നം കൂടുതൽ രൂക്ഷമായി വന്ന സമയത്ത് പുലർച്ചെ 3:30 അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. മന്ത്രിമാരടക്കം പലതവണ വിളിച്ചിട്ടും ADGP MR അജിത് കുമാറിനെ ലഭിച്ചിരുന്നില്ല. വലിയ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകേണ്ട ADGP MR അജിത് കുമാർ അവിടെ നിന്ന് പോയതിനെ, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് DGP ഷേഖ് ദർവേഷ് സാഹിബ്
ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അന്തിമ റിപ്പോർട്ട് തയ്യാറായി വരുന്നതേ ഉള്ളൂ. ഇത് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. നേരത്തെ ADGP MR അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകന് ഇക്കാര്യത്തിൽ പരിചയക്കുറവ് ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും ചില മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ ആ നിലയിൽ മാത്രമാണ്, ഏതെങ്കിലും നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നില്ല ADGP MR അജിത് കുമാർ ഈ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിനെ അന്നു തന്നെ CPI അടക്കമുള്ള പാർട്ടികൾ തള്ളിക്കളഞ്ഞിരുന്നതാണ്. പ്രതിപക്ഷമാകട്ടെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലൊരു കുറിപ്പായിട്ടാണ് അന്ന് DGP ഷേഖ് ദർവേഷ് സാഹിബ് ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, എന്ത് വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൽ വിശദമായ റിപ്പോർട്ട് വേണമെന്നാണ് DGP ഷേഖ് ദർവേഷ് സാഹിബിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഏതായാലും ADGP MR അജിത് കുമാറിനെ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ദിലീപ് കുമാർ അടുത്ത ദിവസം, അതായത് നമുക്കറിയാം തിങ്കളാഴ്ച ഇനി നിയമസഭാ സമ്മേളനം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കാര്യപരിപാടികൾ ഉണ്ടായിരുന്നില്ല ആ തരത്തിലേക്ക്. അപ്പോൾ അതിനു മുൻപ് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? അനുജ, നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. തൃശൂർ പൂരം കലക്കിയത് BJPക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായും റാം മാധവുമായും നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ DGPയുടെ അന്വേഷണത്തിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും അതിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കളെ എന്തിനാണ് ADGP ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് പോയി രഹസ്യമായി കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരു സംശയാസ്പദമായി, അല്ലെങ്കിൽ അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നില്ല, ഔദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നില്ല, എന്തിനാണ് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ DGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാകും. പക്ഷേ പ്രധാനമായും ഈ നടപടി നേരിടേണ്ടി വരിക, ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് നടപടി നേരിടേണ്ടി വരിക ഈ തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അതെപ്പോൾ, ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും ഈ റിപ്പോർട്ട് നൽകാൻ സാധ്യതയുള്ളത്. അനുജ, എപ്പോഴാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കിട്ടുക എന്നതിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. പക്ഷേ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത ഇപ്പോൾ അത് കൂടുതലാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദിലീപ് കുമാറും അരുൺ രാജുമാണ് വിശദാംശങ്ങൾ നൽകിയത്.